റാഫി, ഇതിൽ സാങ്കേതികമായി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനം എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അതിൽ ഫെമ വരുന്നത് എങ്ങനെയാണ്? അതെങ്ങനെയാണ് അതിൽ ഫെമ ചട്ടലംഘനം എന്ന ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നോട്ടീസ്? റാഫി, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ മസാല ബോണ്ടുകൾ ലിസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു ചട്ടലംഘനം എന്നുള്ളത് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് 2019 ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കിഫ്ബി പോകുന്നത്. അതിന് മുൻപ് 2018 ജാനുവരിയിൽ ഒരു യോഗം ചേർന്നിരുന്നു കിഫ്ബി തീരുമാനമെടുക്കുന്നതിന് വേണ്ടി. ആ യോഗത്തിൽ മുഖ്യമന്ത്രി, കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു, ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ കെ എം എബ്രഹാം, അന്ന് കിഫ്ബിയുടെ സിഇഒ ആയിരുന്ന കെ എം എബ്രഹാം ഉണ്ടായിരുന്നു. ഇവർ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇവരുടെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ 2019 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും അങ്ങനെയാണ് ഈ ധനസമാഹരണം നടക്കുന്നതും. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഫെമ ചട്ടലംഘനം, ഈ ധനസമാഹരണം നടത്തിയതിലും അത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉപയോഗിച്ചതിലും ഫെമ ചട്ടലംഘനമുണ്ട് എന്നുള്ളതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. തുടർന്ന് CNDG റിപ്പോർട്ട് വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസിൽ അന്വേഷണം ആരംഭിക്കുന്നത്. പിന്നീട് നടന്ന അന്വേഷണം കഴിഞ്ഞ 3 വർഷം 2021 ഇ ഡി അന്വേഷണം നടക്കുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിൽ തോമസ് ഐസക്കിനും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയക്കുന്നു. ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ഇ ഡിക്ക് വിവരങ്ങൾ നൽകുന്നു, ഹാജരാകുന്നു, മറ്റു ചിലർ ഹാജരാകാതെ കോടതിയെ സമീപിക്കുന്നു. ഇതിനെല്ലാം ശേഷം ഒരു 6 മാസം മുൻപ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇ ഡിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഈ കേസ് അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിയിലേക്ക് എത്തുന്നത്. അഡ്ജുഡിക്കേറ്റീവ് അതോറിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഈ നോട്ടീസിന് നേരിട്ട് പിണറായി വിജയന് മറുപടി നൽകാൻ കഴിയും, അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേന രേഖാമൂലമുള്ള മറുപടി നൽകാനും കഴിയും. അത് കൂടാതെ തന്നെ കോടതിയെ സമീപിക്കാനും കഴിയും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ നോട്ടീസ് മുഖ്യമന്ത്രിക്ക് ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളത് കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിലാണ്. കിഫ്ബി ബോഡിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും, ധനവകുപ്പ് മന്ത്രിയായിരിക്കും, അതിന്റെ വൈസ് ചെയർമാൻ, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ടെക്നിക്കാലിറ്റിയാണ് അത്. മുഖ്യമന്ത്രി നിലയ്ക്കുള്ള കിഫ്ബി ചെയർമാൻ എന്നുള്ള നിലയ്ക്കാണ്. നേരത്തെ നമ്മൾ ഇതിന്റെ അന്വേഷണത്തിന്റെ ഒരു വലിയ എപ്പിസോഡ് നമ്മൾ കണ്ടതാണ്. അത് ധനമന്ത്രി തോമസ് ഐസക്കിനെ വിളിപ്പിക്കുന്നു, സമൻസ് കൊടുക്കുന്നു. ഈ പറഞ്ഞ ഏതൊക്കെയോ കമ്പനികളുടെ, അദ്ദേഹം ചെയർമാനായിട്ടുള്ള ഏതൊക്കെയോ കമ്പനികളുടെ ബാങ്ക് രേഖകളുമായി ഹാജരാവണമെന്ന് പറയുന്നു. ഐസക്ക് നേരെ കോടതിയിലേക്ക് പോകുന്നു. എന്നെ വിളിക്കുന്നത് എന്തിനാണ്? പൗരൻ എന്നുള്ള എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും എൻ്റെ ഈ കുടുംബാംഗങ്ങളുടെ അടക്കം ഈ രേഖകൾ ഹാജരാക്കാൻ എന്തിനാണ് എന്ന വളരെ ബേസിക്കായ ചോദ്യം കോടതിയിൽ ചോദിക്കുന്നു ഐസക്ക്. കോടതി ഇ ഡിയോട് ചോദിക്കുന്നു. ഇ ഡിക്ക് എവിടെയും മറുപടിയില്ല. ഇ ഡി അതിന് മറുപടി കൊടുത്തിട്ടില്ല. വളരെ ബേസിക്കായ ചോദ്യമാണ്, അതിനുപോലും ഇ ഡി മറുപടി കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഐസക്കിനെ വിട്ടു, ഡ്രോപ്പ് ചെയ്തിട്ട് അത് റിപ്പോർട്ട് അങ്ങ് സമർപ്പിച്ചു എന്നൊക്കെ പറയുന്നതിൽ ചില അന്വേഷണത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.